അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. ഇന്ന് നമ്മൾ രാവിലെ ഇഡ്ഡലി ചട്നി ചമ്മന്തിയാണ്. ഞങ്ങളതൊന്ന് വീഡിയോ എടുത്ത് എല്ലാവർക്കും കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടോ. പിന്നെ അന്നേരം മാവ് ആട്ടി വെച്ചിരുന്നു. രാവിലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇഡ്ഡലിയിൽ മാവിൽ ഇഡ്ഡലി ഉണ്ടാക്കും. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് തന്നെ കിട്ടിയിട്ടോ. ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ നേരാവില്ല, ചിലപ്പോൾ ശരിയാവും. അങ്ങനെ ഇന്ന് നല്ല ശരിയായിട്ടോ ഇഡ്ഡലിയും നമ്മളെ ചട്നിയും ചമ്മന്തിയൊക്കെ കാണിച്ചാൽ വെച്ച് നല്ല അടിപൊളിയിൽ മാവ് പൊന്തി വന്നതാണ്. ചുപ്പിട്ട് ഇളക്കി ഇഡ്ഡലിയുടെ മാവിൽ ഒഴിച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കട്ടോ. അങ്ങനെ ആക്കി വെക്കുമ്പോൾ നമ്മളെ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടും നമ്മൾ പഞ്ചസാരയും ചായപ്പൊടി ഇട്ട് നമ്മളെ ചായ റെഡിയാക്കിയിട്ടോ. അതങ്ങനെ അതിൻ്റെ ശേഷം നമ്മൾ തേങ്ങ ഉടച്ചു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്നിയിൽ ഒരു പച്ചമുളകും പിന്നെ പൊട്ടുകടല ഇട്ടിട്ടോ ഞാൻ ചട്നി ആക്കിയിട്ട്. പൊട്ടുകടല ഇട്ടാൽ ചട്നി നല്ല കുറുക്കം കിട്ടുന്നവർ. അപ്പോൾ ഞാൻ പൊട്ടുകടല ഇട്ടിട്ടാണ് ഞാൻ ചട്നി ഉണ്ടാക്കിയത് കേട്ടോ. തേങ്ങ ചിരവൽ കഴിയുമ്പോഴത്തേന് നമ്മളെ ഇഡ്ഡലിയുടെ ഇതായി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇഡ്ഡലി എടുത്തിട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് തന്നെ കിട്ടിയിരുന്നു. അടുത്ത ട്രിപ്പ് വെച്ച് അപ്പത്തിന് നമ്മൾ തേങ്ങ മിക്സിയിലിട്ട് അരക്കാൻ വിചാരിച്ചിട്ട് തേങ്ങയും പിന്നെ നല്ലൊരു സ്പൂണ് പൊട്ടുകടലയും പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ടാണ് നമ്മൾ ചട്നി അരച്ച് കിട്ടും. ഞാനങ്ങനെ മിക്സി അരച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് ഇട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് കടുക് പൊടിച്ചതിന് ശേഷം അരച്ച് വെച്ചത് ഭാര്യ ചെയ്ത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല ഒന്നും. അങ്ങനെ നല്ല പൊട്ടുകടല ഇട്ടാണ് നല്ല കുറുക്കല്ല ചട്നി ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മളെ ചട്നിയായി. ഇനി നമ്മളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തക്കാളിയും ചെറിയ ഉള്ളിയും ഒരു ഇല്ലി വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഇഡ്ഡലിക്കുള്ള ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാക്കാണ്. ആദ്യം വെള്ളം വറ്റിയതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതൊന്ന് ചൂടാകുമ്പോൾ ഒരു തക്കാളി, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു ഇല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുക. ഒന്ന് വയന്ന് വരണം കേട്ടോ. എന്നിട്ട് അരക്കുക. ഞാൻ നാസിമം കുട്ടിനെ കളിപ്പിക്കുകയാണ് കേട്ടോ. കുട്ടിനെ ഞാൻ അവിടെ കിടത്തിയിട്ടാണ്. അപ്പോൾ അവ ഓരോന്ന് ചെയ്യിക്കാൻ കണ്ടൊന്ന് വയന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ ചെറിയ മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. നമ്മൾ അതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടണം. നന്നായി അരച്ചെടുക്കട്ടോ. നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ട് അത് റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ പാടത്തെ നെല്ലൊക്കെ കൊയ്തിട്ടോ. എന്നാലേ
മെഷീൻ വന്നിട്ട് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. നല്ല ഭംഗിയായ മെഷീനിൽ ആഡ് ചെയ്യാന്ന് പിന്നെ കോലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ട്രാക്ടർ അവിടെ കൂടുന്ന് നിർത്തും. അതായത് നെല്ലൊക്കെ അതിൽ കൂടെ അവരിടും. ഇനി വേറൊരു വണ്ടി വരും കേട്ടോ, ഈ വൈക്കോലൊക്കെ ഉണ്ടാക്കിയിടും. ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ടോ അവരിങ്ങനെ വട്ടാക്കിയിട്ട് പെട്ടി പോലെ അവർ നെല്ല് കൊയ്തെടുക്കുക. അങ്ങനെ ആക്കി പിന്നെ ട്രാക്ടർ വരും ആ പാടത്തേക്ക്. അങ്ങനെ ആ ട്രാക്ടറിൽ നെല്ല് ഇങ്ങനെ ഇടും. അപ്പോൾ നമ്മളെ ഫുള്ള് പാടും കൊയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയമായ സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത് ഇനി കുട്ടികൾ വന്നിട്ട് ചെറിയ നെല്ലുള്ള ആ ഉണങ്ങിയ ഭാഗമൊക്കെ അവർ കത്തിച്ചിട്ട് പിന്നെ അവർ ഇവിടെ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക അങ്ങനെയൊക്കെയാണ് ഈ പാടത്ത് ചെയ്യട്ടോ. നല്ല രസമാണ്. അവർ രാവിലെയൊക്കെ വന്ന് രാത്രിയൊക്കെ ആകുമ്പോഴാണ് പോകും. അതിൽ വാങ്ങിക്കൊടുക്കാൻ നേരത്തൊക്കെ വരും. പിന്നെ ഉച്ചക്കൊന്ന് വെയിലാകുമ്പോൾ പോകും, പിന്നെ വരും. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടാവും കേട്ടോ. ഇന്ന് നല്ല സുഖം, കാരണം പാടം ഫുള്ള് മുറ്റം പോലെ ആയ കാരണം കുട്ടികൾക്ക് കളിക്കാനും ഇന്നൊക്കെ നല്ല സുഖമാണ്. ഈ സൈഡത്തെ ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ടത്തെ കണ്ടെത്തി പോവുകയാണെങ്കിൽ നമ്മളെ റോഡിൽ കൂടെ തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.